एकम् अस्ति तत्र का एकमक्षरम् एतादृशं स्थापयति चेत् का का की की कु सेवा एतादृशं क्रीडारूपेण पाठयितुं शक्यते क्रीडारूपेण पाठयितुं शक्यते तद् छात्राय समीचीनतया चिह्नानाम् अवगमनं साध्यते तादृशं चिह्नानि एतादृशं कृत्वा एव अक्षरमेकत्र संस्थाप्य का की कु तादृशं कर्तुं शक्यते छात्राणां कृते एकैकम् अक्षरं दत्वा एकैकं चिह्नं तत्र संयोजनं कुर्वन्तु इति उक्त्वा क्रीडारूपेण कर्तुं शक्यते तदानीं छात्राणां किम् आवश्यकं प्रोत्साहनम् आवश्यकं तदर्थं स्टार् दातुं शक्यते तादृशं पायिण्ट्स् दातुं शक्यते तदपि उत्तमं भवति अनन्तरम् इदानीं छात्र प्रिपरेशन् समये मया दृष्टं छात्राः सम्यक्तया मार्कर् कथं लेखनीयम् इति न जानन्ति ശരിക്കും അതിൻ്റെ ഒരു ചരിവുണ്ട് അതിൽ പിടിച്ചെഴുതിയാലാണ് ആ ലെറ്ററിന് ഭംഗി ഉണ്ടാവുള്ളൂ ഈ വെറുതെ തിരിച്ചു മറിച്ചൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ എഴുതാം ഒരു ചരിവുണ്ടാവും മാർക്കറിന് അതനുസരിച്ചാണ് എഴുതാൻ ചില അങ്ങനെയല്ല ചെയ്തിട്ടുണ്ട് പിന്നെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മുഴുവൻ പെർഫെക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊന്നും നേരത്തെ പറഞ്ഞ നമ്മളൊന്നും ചിത്രകാരന്മാരൊന്നുമല്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ വെറുതെ ഒന്ന് വരച്ചത് കാണുമല്ലോ വെറുതെ 2-4 വരെയുള്ളൂ ഇത് കൊക്കാണെന്ന് അറിയാൻ ഏതെങ്കിലും 1-2 സിമ്പിളുകൾ ഉണ്ടായാൽ മതി നീണ്ട കഴുത്തും പൊക്കും കാലും വരച്ചാൽ നമുക്കത് കൊക്കാണെന്ന് അറിയാം അതേസമയം അപ്പുറത്ത് വരച്ചത് താറാവാണെന്ന് അറിയാൻ ബുദ്ധിമുട്ടില്ല അതിന്റെ കൊക്ക എങ്ങനെ നോക്കിയാൽ മതി അപ്പൊ അങ്ങനെ സ്ട്രൈക്ക് ആവുന്ന ഏതെങ്കിലും ചില പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ വരയ്ക്കാം ധാരാളം നമുക്കത് സമയം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തില് വലിയ ചിത്രകാരന്മാരൊന്നും ആവണ്ട ഒരു ആന വരയ്ക്കുമ്പോൾ നമുക്കറിയാലോ നമ്മൾ പണ്ടേ പറയാറുള്ള പോലെ ആനയെ വരയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്താണ് നമ്മളിങ്ങനെ വരച്ചാൽ ഇത് ആനയില്ലേ വേറല്ലേ ആന മതിലപ്പുറത്ത് വരയ്ക്കാൻ ഇത്ര വേണ്ടു അപ്പോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച് എപ്പോഴും വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ വരയ്ക്കാൻ സാധിക്കും പിന്നെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായാലും ആനയെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരച്ചാൽ മതി വെറുതെ 2 വര അത് ആനയെ നമുക്ക് ഫീൽ ചെയ്യും കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യാൻ വേണ്ടു നമുക്ക് യഥാർത്ഥത്തിൽ അല്ലേ നമുക്ക് മുഴുവൻ പെർഫെക്ഷനായി വരയ്ക്കാൻ സാധിക്കും അതുപോലെ ചില കാര്യങ്ങൾ നമുക്കൊരു നേരം അല്ലേ കുട്ടിക്കൊരു ചിത്രം ഒരു വരച്ച് കാണിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ് മനസ്സിലായില്ലേ അതുപോലെ പല സ്ഥലത്തും ചെയ്യാൻ സാധിക്കും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പേപ്പർ ഒന്ന് വെറുതെ കട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ സിമ്പിളായിട്ട് നേരം ഉണ്ടാക്കി അതിനകത്ത് ബാക്കിൽ പിടിക്കാൻ പാകത്തിനൊരു ചെറിയ സാധനം നമുക്കൊന്ന് പിടിച്ച് മൂവ് ചെയ്യാൻ പാകത്തിന് സാധനം ആ കട്ട് ചെയ്തതിലേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു വെച്ചു അങ്ങനെ ഉണ്ടാക്കും പുറമേ നിന്ന് കാണുന്ന ആൾക്ക് ഭയങ്കര എഫക്റ്റാണ് അല്ലേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ അദ്യ ശ്വഹ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിപ്പിക്കാനുള്ളൊരു സൗകര്യമാണ് അദ്യ ഇന്ന് ശ്വഹ നാളെ മറ്റന്നാൾ എന്ന് പറയും പരശ്വഹ ശ്വഹ അനന്തരം പരശ്വഹ തദനന്തരം പരശ്വഹ പരശ്വഹ ശ്വഹ അദ്യ താദൃശം ഹ്യഹ ഹ്യഹ परह्यः प्रपरह्यः प्रपरह्यः आरभ्य प्रपरश्वः पर्यन्तं एतादृशं द्रष्टुं शक्यते एतादृशं लघु लघु टिप्स् उपयुज्य पाठयितुं शक्यते അവരുടെ മനസ്സ് നന്നായി കയറും കാരണം അദ്യയുടെ മുൻപാണ് ഹ്യഹ മുൻപ് കഴിഞ്ഞതാണ് ഹ്യഹ എന്നും ഇനി വരാനിരിക്കുന്ന ശ്വഹ എന്ന് പറയാൻ വേണ്ടി വേണം 2 ഡയലോഗ് കൊടുക്കാം ഇതിന്റെ അപ്പുറം എഴുതിയാൽ തന്നെ കുട്ടിക്ക് മനസ്സിലാവും മനസ്സിലായാലും ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ക്ലാസ് മാത്രമല്ല ഒരു വിഷയം എപ്പോഴാണ് ഒരാൾ ഒരു ബാലഹ ബാലിക ഭവതു ഏകഃ വിഷയः കഥം
पाठयति पठति विषयं यद् विषयं अतीव इच्छा अस्ति तद् अधिकं पठति तदर्थं किमपि आवश्यकम् अध्यापकः अपि എന്താണ് അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപികയും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടവനായിരിക്കണം. അപ്പോഴാണ് ആ വിഷയം നമ്മൾ കൂടുതൽ പഠിക്കുക. പലപ്പോഴും നമുക്ക് ഇഷ്ടമല്ലാത്ത വിഷയമാണെങ്കിലും ചില അധ്യാപകർ വന്നാലും നമ്മൾ ആ വിഷയം കൂടുതൽ പഠിക്കും. എന്താ കാരണം? ആ അധ്യാപകരുടെ പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് ഇത്തരം ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികൾക്ക് ചെറിയ പ്രോത്സാഹനം നൽകുമ്പോഴും ആ അധ്യാപകരെ സംബന്ധിച്ച് ആ അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയുടെ മനസ്സിൽ നിൽക്കും. मम एकः अध्यापकः आसीत् किम् 8वी कक्षायां नाम सेबास्टियन् इति आसीत्. सः मृतवान् वर्षत्रयात् पूर्वं. सः तदानीं किम् ഒരു 20-22 വർഷം മുമ്പ് പഠിപ്പിച്ച 25 വർഷം മുമ്പ് പഠിപ്പിച്ച ഒരു വാചകം ഞാൻ ഇന്ന് ഓർക്കുന്നു. ഏറ്റവും നീളമുള്ള കടൽ സസ്യം മാഷ് പഠിപ്പിച്ച തന്നെ ഞങ്ങളെ എങ്ങനെയായിരുന്നു സർഗാസം എന്ന് പഠിപ്പിച്ചത് ഈ ബോർഡിന് അറ്റം മുതൽ അറ്റം വരെയാണ്. അതൊരു കടൽത്തിര പോലെയുള്ള ഒരു ഫോണ്ടിലാണ് മാഷ് എഴുതിയത്. ജീവിതത്തിൽ ആരും മറക്കില്ല. ചെറിയ ചെറിയ ടിപ്സ് മതി. നമ്മൾ വലിയ ഒരു ക്രാഫ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളോ വലിയ ഒരു ചിത്രകാരനോ ഒരു ഗായകനോ ഒന്നും ആവണമെന്നില്ല. മാമ്പഴം കവിതയുണ്ട്. മാമ്പഴം കവിതയുടെ സംസ്കൃത വേർഷൻ ഹരിപ്രസാദ് കടമ്പ് അദ്ദേഹം രചിച്ചതാണ്. കിഞ്ചിത് വർഷാത് പൂർവം ഇതാനും 9वी कक्षायां तद् पाठनाय वर्तते. अङ्गणस्थितादाम्रा प्रथमे फलेच्युते मातुरक्षिभ्यां क्षणादपदत्तप्तोदकम् पञ्चषण्मासात् पूर्वं लिप्सया प्रतीक्षिते बालमादन्दे सुमप्रसवे प्रवर्तिते. ഇതൊന്നും എന്താ പറയുക ചൊല്ലാൻ നമ്മൾ പാട്ടുകാരനൊന്നും ആവണ്ട. മങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നു പെരുചുതു കണ്ണീർ 4 മാസത്തിൻ മുൻപിലെന്നൊരസായ. വളരെ സിമ്പിളാണ്. അപ്പോ ഇത് നമ്മളൊന്ന് എന്താ പറയാ നമ്മളൊന്ന് മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ മടി ചമ്മല് ഒന്ന് മാറ്റി വെച്ചാൽ നമുക്കൊക്കെ എന്താ പറയാ തിളങ്ങാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലും ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കല്ല നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഞാനാക്കി മാറ്റിയത് ക്യാമ്പസാണ്. ഞാൻ എന്നും പറയുന്നതാണ്. കാരണം ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ നിന്ന് ഞാൻ പഠിച്ച് പുറത്തിറങ്ങുന്നത് വരെ ഞാനവിടെ പഠിച്ചിരുന്നു എന്നറിയുന്നത് പഠിപ്പിച്ച അധ്യാപകർ മാത്രമാണ്. അങ്ങനെ ആയിരുന്നൊരു വ്യക്തിയാണ് ഞാനിവിടെ വന്നിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ സ്വയം അങ്ങനെ